വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്ന് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാഷനബിൾ നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ മോഡലിൽ വലുതായിട്ടുള്ള കട്ടിംഗ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവ് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല. സ്ലീവിൻ്റെ പോർഷനിൽ നമുക്കൊരു 7 ഇഞ്ച് സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷനിലെ ലെങ്ത് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. ഇനി നമുക്ക് നെക്കാണ്. നെക്ക് വിട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് ലെങ്ത് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒരുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെക്ക് ഇതുപോലെ തന്നെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ലെങ്ത് നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഫുൾ ലെങ്തും എടുക്കുന്നുണ്ട്. യോക്ക് പോർഷനിലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ട്രിപ്പ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫാഷനബിൾ നൈറ്റിയുടെ കട്ടിങ് ഇത്രയുമാണുള്ളത്. ഇനി നമുക്ക് ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിലായിട്ട് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. കട്ട്സുകൾ കൊടുത്തതിന് ശേഷം നമ്മുടെ ക്രോസ് പീസ് ഇതുപോലെ വച്ച് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മുടെ ക്രോസ് പീസ് റോങ് സൈഡിലേക്ക് വെച്ച് ഫോൾഡ് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്ക് ചെയ്ത പോർഷനിലായിട്ട് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വച്ച് ഈ മാർക്ക് ചെയ്ത പോർഷനിൽ വച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 3 പ്ലീറ്റ്സാണ് നമ്മൾ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്ത് നമ്മളിപ്പോൾ പ്ലീറ്റ്സ് കൊടുത്ത പോർഷനിലായിട്ട് ഇതുപോലെ ഈ സ്ട്രിപ്പിൻ്റെ സൈഡ് പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ആ പോർഷനിൽ വച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ എൻഡ് പോർഷന് നമുക്കതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സൈഡ് പോർഷനും അതുപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ സൈഡ് പോർഷനും എല്ലാം അതുപോലെ തന്നെ നമ്മുടെ യോക്ക് പോർഷനിൽ നിന്നും 14 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. യോക്ക് പോർഷൻ്റെ എൻഡ് പോർഷൻ വരുന്ന പോർഷനിലായിട്ട് ഇതുപോലെ 2 പോർഷനിൽ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലും അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും 2 പോർഷനിലും പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ബോട്ടം പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബോട്ടം പോർഷനും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ പോർഷൻ ലെങ്ത് നമ്മൾ 7 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. നമുക്ക് സ്ലീവിൻ്റെ പോർഷൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് നമുക്ക് സ്ലീവിന് നല്ല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലെയറിൽ സ്ലീവിൻ്റെ വിഡ്ത്ത് എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 9 ഇഞ്ചാണ് സ്ലീവിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ആ 9 ഇഞ്ച് എടുത്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ആം ഹോളിൻ്റെ പോർഷൻ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. രണ്ട് സ്ലീവിൻ്റെ പോർഷന് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സ്ലീവും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആം ഹോളിൻ്റെ പോർഷനിൽ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് 7 ഇഞ്ച് മതിയാകും. അതുകൊണ്ടാണ് ഞാൻ 7 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ ആം ഹോളിൻ്റെ പോർഷൻ
ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ബോഡി പോർഷൻ ഇതുപോലെ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമ്മുടെ ഷേപ്പ് വിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ വച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് ഷേപ്പ് വിട്ട് ആവശ്യമായിട്ടുള്ള 17 ഇഞ്ചാണ്. ആ 17 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് നല്ല പോർഷനിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനിൽ ബോഡി പോർഷൻ ജോയിൻ ചെയ്തതുപോലെ തന്നെ ഈ പോർഷനിൽ നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ പോർഷനൊക്കെ ഇതുപോലെയാണ് വരുന്നത്. ഈ പോർഷനിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിരുന്നു. ഇത് ഇടുമ്പോൾ നല്ല ഒരു ഫാഷണബിൾ ലുക്കാണ്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ മാത്രമേ കട്ടിങ് വരുന്നുള്ളൂ. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മോഡലാണ്. നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസുകളൊക്കെ അറിയിക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.